Hi dears, welcome back to Xylem. It's me, Shahid Ramzan. ഒരുപാട് കുട്ടികൾ ചോദിച്ചൊരു കാര്യമാണ് സർ, സോളിഡ്സിലെ മുഴുവൻ ഇക്വേഷൻസ് മാത്രമായി കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നുള്ളത്. തീർച്ചയായിട്ടും നിങ്ങൾ ചോദിച്ചാൽ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനില്ല മക്കളെ. സോളിഡ്സ് അഥവാ ഘനരൂപങ്ങളിലെ മുഴുവൻ ഇക്വേഷൻസ് ആണ് പഠിപ്പിക്കാൻ പോകുന്നത്. നന്നായിട്ട് കേട്ടിരിക്കുക. ഇത് പഠിച്ചു വെക്കാനൊരു ട്രിക്ക് കൂടി പറയുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് ഇത് എന്താക്കി വെക്കണം, നോട്ട് എഴുതി പഠിച്ചിരിക്കണം. ഇതിന്റെ ലൈവ് ക്ലാസ്സുകൾ നിരന്തരമായിട്ട് കാണണം. ഇന്ന് ഞാൻ ഈ വീഡിയോ എടുക്കുന്ന ഈ ദിവസം മുതൽ നിങ്ങൾക്ക് ഇന്ന് രാത്രി നമ്മൾ സോളിഡ്സിലെ ലൈവ് ഉണ്ട്. നിർബന്ധമായിട്ട് വരിക. 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും 4 മാർക്കിന്റെയും മുഴുവൻ ചോദ്യങ്ങളുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതായത് ഇത്രയും കാറ്റഗറിയിലുള്ള ഇത്രയും വർഷം ചോദിച്ച എല്ലാ ചോദ്യങ്ങളും നമ്മൾ ഒറ്റ ലെവലിൽ പഠിക്കാൻ പോവാണ്. എല്ലാവരും വരിക. സോ മക്കളെ ശ്രദ്ധിച്ചോളൂ. ഇതിൽ നിങ്ങൾക്ക് 2 ടോപ്പിക്കാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അതിൽ ഒന്നാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ പിരമിഡാ. ഓക്കെ, ഇതിനെ ഞാൻ പഠിപ്പിക്കാൻ പോകുന്ന ഒരു ട്രിക്ക് വഴിയാണ് കേട്ടോ. ഒരു ട്രിക്ക്, ഒരു സ്ക്വയർ പിരമിഡും അതോടൊപ്പം തന്നെ ഒരു കോണും, ഇത് രണ്ടുമാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നത്. അതിൽ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇതിന്റെ ഇക്വേഷൻസ് മാത്രം പറഞ്ഞാൽ മതി. എ എന്താണെന്ന് അറിയാം അല്ലെ. ഇതിലെ എ എന്ന് പറഞ്ഞാൽ പാദവക്ക് അഥവാ ബേസ് എഡ്ജ് ആണ്. ഇ എന്ന് പറഞ്ഞാൽ പാർശ്വവക്ക് അഥവാ ലാറ്ററൽ എഡ്ജ് ആണ്. എൽ എന്ന് പറഞ്ഞാൽ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവ് ഉയരം അല്ലെങ്കിൽ ത്രികോണത്തിന്റെ ഉയരം, ത്രികോണത്തിന്റെ ഹൈറ്റ് എന്നൊക്കെ പറയാം. പിന്നെ എച്ച് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഹൈറ്റ് ആണ്, കറക്റ്റ് ഉയരമാണ്. അപ്പോൾ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് വരുന്നത് എ, ഇ, എൽ, എച്ച് ആണ്. ഇത്രയും അക്ഷരങ്ങളാണ്. എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇത് റേഡിയസ് ആണ്, ഈ കാണുന്നത് ഹൈറ്റ് ആണ്, അതോടൊപ്പം തന്നെ ഇത് അതിന്റെ സ്ലാന്റ് ഹൈറ്റ് അഥവാ ചെരിവുയരം. അപ്പൊ ഇതിൽ വരുന്നത് എൽ, ആർ, ക്യാപിറ്റൽ ലെറ്റർ ആർ, എച്ച്, ഇത് രണ്ടും സെയിം ആണ്. ഏതൊക്കെ? എല്ലും ആറും സെയിമാ. സ്ലാന്റ് ഹൈറ്റും റേഡിയസും, സ്ലാന്റ് ഹൈറ്റും ആ വലിയ സർക്കിളിന്റെ റേഡിയസും. അതായത് ഈ ഒരു ചിത്രം വരുന്നത് ഈ ഒരു സെക്ടറിൽ നിന്നാണ്, സെൻട്രൽ ആംഗിളിൽ നിന്നാണ്. ഇതിന് എക്സ് ഡിഗ്രി. ഇത്രയും അക്ഷരങ്ങളാണ് ഇതിൽ പഠിക്കാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം. എന്നാൽ മക്കളെ, ഞാൻ ഇതിനെ 2 രീതിയിലാണ് ഈ ടോപ്പിക്കിനെ ഞാൻ ഡിവൈഡ് ചെയ്യുന്നത്. ഒന്ന് സർഫസ് ഏരിയയും ഒന്ന് വോള്യവും. ഒന്ന് സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്, ഉപരിതല പരപ്പളവ്. ഇതാണ് ടോപ്പിക് നമ്പർ 1. ഇതിനെ ഞാൻ 2ആയിട്ട് തിരിക്കുന്നു. ഒന്ന് സ്ക്വയർ പിരമിഡ് അഥവാ സമചതുര സ്തൂപിക, കോൺ അഥവാ വൃത്തസ്തൂപിക. ഓക്കെ, ആദ്യം തന്നെ അതിൽ എന്തുണ്ട്? ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവുണ്ട്. ഇതിലും എന്തുണ്ട്? ബേസ് ഏരിയ അഥവാ പാദ പരപ്പളവുണ്ട്. ഇതിൽ ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ വക്രതല പരപ്പളവുണ്ട്. ഇതിലും ലാറ്ററൽ സർഫസ് ഏരിയ അഥവാ അല്ലെങ്കിൽ കേവ്ഡ് സർഫസ് ഏരിയ. ഇതിലേക്ക് വട്ടത്തിലാണ് വരുന്നത്, അതുകൊണ്ടാണ് കേവ്ഡ് ആക്കിയത്. രണ്ടും സെയിം തന്നെ കേട്ടോ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് എഴുതിയാലും വലിയ കുഴപ്പമൊന്നുമില്ല, രണ്ടും ആശയം സെയിം തന്നെ. പിന്നെ അതിൽ വരുന്നത് രണ്ടും കൂടി കൂട്ടിയുള്ള ടോട്ടൽ സർഫസ് ഏരിയ അഥവാ ഉപരിതല പരപ്പളവ്. നിങ്ങൾക്കറിയാം, സ്ക്വയർ പിരമിഡിന്റെ ബേസ് ഭാഗം എന്ന് പറഞ്ഞാൽ ഒരു സമചതുരമാണ്. അതിന്റെ സൈഡ് എ, അതുകൊണ്ട് ഇത് എ സ്ക്വയർ. ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ അതൊരു വൃത്തമാണ്. വൃത്തത്തിന്റെ പരപ്പളവ് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ. മക്കളെ, ഇതിന്റെ കൂടെ ഒരു 2AL ആണ്. ലാറ്ററൽ സർഫസ് ഏരിയ 2AL ആണ്. അതായത് 4 ത്രികോണങ്ങളുടെയും ഏരിയ ആണിത്. നമുക്കറിയാം, ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ ഇത് എ ആണ്, ഇത് എൽ ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താ? ഹാഫ് BH, ഹാഫ് ഇൻറ്റു പാദം ഇൻറ്റു ഉയരം. ഇങ്ങനെ 4 ട്രയാങ്കിൾ ഉണ്ടാവും. 4 ട്രയാങ്കിൾ, അതാണ് 4 ഇൻറ്റു അര ഇൻറ്റു എൽ, അതായത് 2AL എന്ന് വന്നത്. ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇവിടെ ഇതേപോലെ നിങ്ങൾ കണ്ടുപിടിക്കാൻ പൈ ആർ എൽ ആണ്. അതായത് ഇത് പഠിക്കാൻ ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യം, 2AL പൈ ആർ എൽ, എ സ്ക്വയർ പൈ ആർ സ്ക്വയർ, രണ്ടും ഏകദേശം ഒരേ ഐഡിയ ആണ്. അപ്പൊ അതിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇതിന്റെ ടോട്ടൽ കിട്ടും എ സ്ക്വയർ പ്ലസ് 2AL, പൈ ആർ സ്ക്വയർ പ്ലസ് പൈ ആർ എൽ, രണ്ടും കൂടി കൂട്ടി എഴുതിയാൽ മതി. ചില സ്കൂളിൽ പൈ ആർ പുറത്തൊക്കെ എഴുതാറുണ്ട്, പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എന്നൊക്കെ എഴുതാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. അതായത് ഇതിൽ രണ്ടിലും പൈ ആർ കോമൺ ആണ്, അത് പുറത്തെടുത്തിട്ട് പൈ ആർ ഇൻറ്റു ആർ പ്ലസ് എൽ. ചില സ്കൂളുകളിൽ രണ്ടും സെയിം ആണ്. ഏതെങ്കിലും ഒന്ന് പഠിച്ചു വെച്ചാൽ മതി. ഇത്രേ ഉള്ളൂ നിങ്ങൾക്ക് സർഫസ് ഏരിയ ആയിട്ട് ബന്ധപ്പെട്ട് പഠിക്കാൻ. ഓക്കെ അല്ലേ? എന്നാൽ ഈ 2 എണ്ണത്തിലും ത്രികോണങ്ങളുണ്ട്. 2 ടൈപ്പ് ത്രികോണങ്ങളുണ്ട്. ഇതിൽ ഏതൊക്കെ ത്രികോണം എന്നറിയോ? ഒന്ന് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ട്രയാങ്കിൾ ആണ്. ഈ ഒരു ട്രയാങ്കിളിൽ നിങ്ങൾക്കറിയാം, ഇ ഉണ്ട്, എന്റെ പകുതി ഉണ്ട്, എൽ ഉണ്ട്. അതായത് ഇല എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ. ഇ സ്ക്വയർ ഈസ് ഈക്വൽ ടു എൽ സ്ക്വയർ പ്ലസ് എ ബൈ 2 സ്ക്വയർ. പിന്നുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ചിത്രം എന്ന് പറഞ്ഞാൽ നടുവ് ഇങ്ങനെ വരുന്ന ഒരു ഇക്വേഷനാണ്. ഇത് എൽ ആണ്, ഇത് എന്റെ പകുതിയാണ്, ഇത് എച്ച് ആണ്. അതായത് ലായും ഇലായും, ഇത് രണ്ടുമാണ് ഇത് ഇക്വേഷൻ. എന്നാൽ ഇതിലേക്ക് വരുന്ന സമയത്ത് ഒറ്റ ഇക്വേഷൻ ഉള്ളൂ. ഈ ഒരു ഇക്വേഷൻ, ഒരൊറ്റ ട്രയാങ്കിൾ. ഇത് ഏതാണ്? എച്ച് ആണ്. ഇത് എത്രയാണ്? ആറാണ്. ഇത് എത്രയാണ്? ക്യാപിറ്റൽ ലെറ്റർ ആർ അല്ലെങ്കിൽ എൽ എന്നത് രണ്ടും ഇതാ. LRH, ലാഹോർ എന്ന് പഠിച്ചാൽ മതി. ലാഹോർ എൽ സ്ക്വയർ ഈസ് ഈക്വൽ ടു എച്ച് സ്ക്വയർ പ്ലസ് ആർ സ്ക്വയർ. ഇങ്ങനെ ഇതിൽ നിന്നൊരു 3 ഇക്വേഷൻ, ഇതിലൊരു 3 ഇക്വേഷൻ, ഇതിലൊരു 3 ഇക്വേഷൻ. അപ്പൊ ഈ 2 ട്രയാങ്കിൾ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാണ്ടാവുക. ഓക്കെ, പിന്നെ ഇതിൽ മാത്രമായിട്ട്, കോണിൽ മാത്രമായിട്ട് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. എഴുതി വെച്ചോളൂ മക്കളെ. ഏതാണ് ഇക്വേഷൻ? R/L ഈസ് ഈക്വൽ ടു X/360.
ഇത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് അറിയോ? അതായത് ഒരു വൃത്താംശം മടക്കിക്കൊണ്ട് അങ്ങനെ ഒരു ചോദ്യം ഉണ്ടാവും. അതായത് ഒരു സെക്ടർ മടക്കിയിട്ട് അല്ലെങ്കിൽ റോൾഡ് അപ്പ് അങ്ങനെ ഒരു ചോദ്യം വന്നാൽ പിന്നെ ഒന്നും നോക്കണ്ട മക്കളെ, അത് ഈ ഇക്വേഷൻ ആണ്. ഇത് കോണിൽ മാത്രമുള്ള ഇക്വേഷനാണ്, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് എന്തായാലും ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അതായത് എക്സ് ഡിഗ്രി അല്ലെങ്കിൽ സെൻട്രൽ ആംഗിൾ എന്ന് എവിടെ നിങ്ങൾ സോളിഡ്സിൽ കണ്ടോ പിന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ഈ ഒരു ഇക്വേഷൻ മാത്രം, വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇനി ഇതിന്റെ രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? വോള്യം ആണ്. വോള്യം, വ്യാപ്തം. ഈ സെയിം സാധനം വ്യാപ്തം ഈ സെയിം ബോർഡിൽ ഞാൻ രണ്ടെണ്ണം ആക്കി തിരിക്കുന്നു. ഒന്ന് സ്ക്വയർ പിരമിഡ്, രണ്ടാമത്തെ ഏതാ? കോൺ. ഓക്കെ, ഇതിന്റെ വോള്യം കാണാം മക്കളെ, ഇത്രേ ഉള്ളൂ. ഇത് രണ്ടെണ്ണത്തിലും വോള്യത്തിന്റെ ഇക്വേഷൻ എഴുതുന്ന സമയത്ത് വോള്യം രണ്ടെണ്ണത്തിലും എന്തുണ്ട് അറിയോ? 1/3 ഉണ്ട്, എച്ച് ഉണ്ട്. രണ്ടെണ്ണത്തിലും എന്തുണ്ട്? 1/3 ഉണ്ട്, എച്ച് ഉണ്ട്. നമുക്കറിയാം ഇതിന്റെ ബേസ് ഏരിയ എന്ന് പറഞ്ഞാൽ പാദ പരപ്പളവ് പറഞ്ഞാൽ എ സ്ക്വയറാ, ഇതിൻ്റെത് πr². ആൻസറായി പഠിച്ചു വരും. ഇതിൽ മാത്രം എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ സിലിണ്ടറിന്റെ വോള്യം കൂടി ഒന്ന് പഠിച്ചു വെക്കണം. ആ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ πr²h ഇത്രേ ഉള്ളൂ. ആ 1/3 അങ്ങ് ഒഴിവാക്കിയാൽ ഇത് കോണ്, ഇത് സിലിണ്ടർ. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ചാപ്റ്റർ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 2 ടോപ്പിക്കാണ് സ്ക്വയർ പിരമിഡും കോണും. ഇതാണ് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത്. അപ്പോൾ ഈ 2 കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞു. ഇനി നിങ്ങൾക്ക് 2 ടോപ്പിക് കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ തന്നെ കഴിഞ്ഞു. അത്രേ ഈ ചാപ്റ്ററിൽ പഠിക്കാനുള്ളൂ. അപ്പൊ നിങ്ങൾ പഠിക്കേണ്ടത് എങ്ങനെയാണ്? സർഫസ് ഏരിയ കമ്പയർ ചെയ്ത് പഠിക്കാം. അതായത് ഉപരിതല പരപ്പളവും പിന്നെ എന്താണ് കമ്പയർ ചെയ്ത് പഠിക്കുക? വോള്യം. ഇതിൽ കോണിന് മാത്രം 2 കാര്യങ്ങൾ സ്പെഷ്യൽ ആയിട്ട്, ഒന്ന് സിലിണ്ടർ ഒന്ന് പഠിക്കാം, പിന്നെ R/L = x/360. ബാക്കിയൊക്കെ സെയിം ആണ്. സോ നമുക്ക് 2 ആളെയും കൂടി പഠിക്കാണ്ട്. ഗോളം, സ്ഫിയർ, ഹെമിസ്ഫിയർ, പകുതി ഗോളം അല്ലെ, അതായത് ഗോളം അതിന്റെ പകുതി. അപ്പൊ ആദ്യം ഞാൻ ഡിസ്കസ് ചെയ്യാവുന്നത് ടോപ്പിക് നമ്പർ 1 സർഫസ് ഏരിയ, ടോട്ടൽ സർഫസ് ഏരിയ, ഉപരിതല പരപ്പളവ്. ഇത്രേ ഉള്ളൂ സർഫസ് ഏരിയ. അല്ലെങ്കിൽ സർഫസ് ഏരിയ മാത്രം മതി, ബേസ് ഏരിയ ആക്കല്ല. ഇതിന് ബേസ് ഏരിയ അല്ല കേട്ടോ, ഇതിന് ബേസ് ഏരിയ അല്ല, കാരണം മൊത്തം ഒറ്റ ഷേപ്പാ, അതിനില്ല. എന്നാൽ ഇതിന് ബേസ് ഏരിയ ഉണ്ട്, അടി ആ വൃത്തം πr². ഇതിന് ടോട്ടൽ സർഫസ് ഏരിയ ഉള്ളത്, അതിന്റെ ഇക്വേഷൻ എത്ര ഉള്ളൂ? 4πr²h. അപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് 4πr²h ഇല്ല, ഇതിന് ഹൈറ്റ് ഇല്ല, ഇതിന് ആകെ റേഡിയസ് മാത്രമേ ഉള്ളൂ. ഇതിനൊക്കെ ആകെ ഒരു അക്ഷരമേ ഉള്ളൂ, ആർ. ഇതിന് ഒറ്റ ആറുള്ളൂ, വേറെ ഒറ്റ അക്ഷരമില്ല. എന്നാൽ നിങ്ങൾ നോക്കി നോക്കും മക്കളെ, ഇതിലേക്ക് വരുന്ന സമയത്ത് ഈ അക്ഷരങ്ങളൊക്കെ ഉണ്ട്. ഏതൊക്കെ? ഇത്ര അക്ഷരങ്ങൾ ഇതിലുണ്ട്. എന്നാൽ കോണിലേക്ക് വരുന്ന സമയത്ത് എന്തില്ല? അതൊന്നുമില്ല കേട്ടോ. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് എന്ത് കിട്ടി? 4πr² ആണ്. അപ്പൊ പല ആൾക്കാരും വിചാരിക്കുന്നത് എന്താ അറിയോ? അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ 4πr² ആണെന്ന് വിചാരിക്കും. എഴുതരുത്, അത് 3πr². കാരണം എന്താ അറിയോ? ഇവിടെ ഇത് പകുതി മുറിച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പകുതി വരുന്നത് ഇവിടെ മാത്രമേ ഇതിന്റെ പകുതി വരൂ, അതാണ് 2πr². പിന്നെ അതിന്റെ പുറമെ ഈ ഒരു സാധനം കൂടി അതിലേക്ക് വരുന്നു, πr². അപ്പൊ 2πr² ഈ πr² കൂടിയിട്ടാണ് 3πr². ഇത്രേ ഉള്ളൂ ഇതിന്റെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ. ഇനി ഇതിന്റെ വോള്യം കൂടി ഇതിൽ തന്നെ പഠിക്കാം. ഇതിന്റെ വോള്യം അഥവാ വ്യാപ്തം, ഇത് സർഫസ് ഏരിയ, വോള്യം = 4/3πr³ ആണ്. രണ്ടിലും എന്തുണ്ട്? πr³ ഉണ്ട്. ഇതിലും ഉണ്ട് എന്ത്? πr³. എന്നാൽ ഇതിൽ 4/3 ആണെങ്കിൽ ഇതിന്റെ പകുതി 2/3. ഇത്രേ ഉള്ളൂ. ഫുൾ ടോപ്പിക്കും പഠിച്ചു കഴിഞ്ഞു. ഇത്ര പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ സോളിഡ്സ് അഥവാ ഇതിലത്തെ എല്ലാ ടോപ്പിക്കും എന്താക്കാൻ കഴിയും? പഠിക്കാൻ കഴിയും. അപ്പം ഞാൻ 4 ആ ചിത്രം കൂടി ജസ്റ്റ് ഒന്ന് നിങ്ങൾ കാണിച്ചു തരാണ് മക്കളെ. ഇതാണ് 4 ചിത്രങ്ങൾ, രണ്ടും ഇതും. ആദ്യം ഞാൻ സർഫസ് ഏരിയ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. രണ്ടിലും എന്തുണ്ട്? ഈ 2 സർഫസ് ഏരിയ, ഇതിന്റെ A² + 2al അല്ലേ, ഇതിൻ്റെത് πr² + πrl. ഇനി ഇതിന്റെ വോള്യം രണ്ടിലും 1/3h ഉണ്ട്, 1/3h ഉണ്ട്. ഇതിൻ്റെത് A² ആണെങ്കിൽ ഇതിൻ്റെത് πr². അത് രണ്ടും കഴിഞ്ഞു. പിന്നെ ഇതിലേക്ക് വരുന്ന സമയത്തോ ഇതിന്റെ സർഫസ് ഏരിയ എന്താ? സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ 4πr², ഇതിൻ്റെത് 3πr². ഇതിന്റെ വോള്യം എന്ന് പറഞ്ഞാലോ 4/3πr³, 2/3πr³. ഞാൻ മൊത്തത്തിൽ ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഈ ചിത്രത്തിൽ നിങ്ങൾക്ക് ഒരുവിധം എല്ലാം കിട്ടും മക്കളെ. ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട ഒരു കമന്റ് നിങ്ങൾ എന്താക്കുക, ആ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ചാപ്റ്റർ സിമ്പിളാ.
എപ്പോഴാണ് സിമ്പിൾ ആവുന്നത്? നമ്മുടെ ലൈവ് ക്ലാസ്സുകൾ കൂടി നിങ്ങൾ കാണുമ്പോൾ. റെക്കോർഡ് ക്ലാസ്സുകൾ, ലൈവ് ക്ലാസ്സുകൾ മാത്രം കണ്ടാൽ മതി മക്കളെ. വേറെ ഒന്നും വേണ്ട നിങ്ങൾക്ക് ഫുൾ മാർക്ക് നേടാൻ. നിങ്ങളോടൊപ്പം എപ്പോഴും സൈലന്റ് ആവും. നിങ്ങളൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ബാക്കി നിങ്ങൾ പറഞ്ഞുതരും എങ്ങനെയൊക്കെ പഠിക്കണം എന്നുള്ളത്. അത് ഫോളോ അപ്പ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ കാണേണ്ട സ്വപ്നം എന്ന് പറയുന്നത് 10ാം ക്ലാസ് കഴിഞ്ഞ് മാത്തമാറ്റിക്സ് നിങ്ങളുടെ ആൻസർ ഷീറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് മാത്തമാറ്റിക്സിന്റെ സ്ഥാനത്ത് അവിടെ A+ എന്ന് കാണുന്നതാണ് നിങ്ങൾ സ്വപ്നം കാണേണ്ടത്. ആ സ്വപ്നം നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലേക്ക് ഞങ്ങൾ എത്തിക്കും. നിങ്ങളോടൊപ്പം എപ്പോഴും ഞങ്ങൾ ഉണ്ടാവും. ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ, Xylem ലേണിംഗ്. ബൈ.